ഹലോ ഗായ്സ്, വെൽക്കം ടു AnzysViews. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം റെഡ്മിയിൽ ഏറ്റവും വില കുറവുള്ള ഒരു സീരീസാണ് റെഡ്മി 4, റെഡ്മി 5, റെഡ്മി 6, 7 അങ്ങനെയുള്ള സെറ്റുകളൊക്കെ. അപ്പോൾ ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷനാണ് റെഡ്മി 8 എന്നുള്ള ഫോൺ. ആ ഫോൺ ഇന്നലെയാണ് ലോഞ്ച് ചെയ്തത്, അതായത് 26-ാം തീയതി സെപ്റ്റംബർ. ഏതായിരുന്നാലും ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ബിൽഡിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടിൽ ഗ്ലാസ്, ബാക്കിൽ പ്ലാസ്റ്റിക് വരുന്ന ഡിസൈനാണ്. ഫ്രണ്ടിലെ ഗ്ലാസ്സിൽ നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നല്ലൊരു പ്ലസ് പോയിൻ്റ് ആണ്. നമുക്ക് ഇതിന് മുമ്പുള്ള റെഡ്മി 7 അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ അതിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഗൊറില്ല ഗ്ലാസ് 5 വരുന്നത് വലിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് ഇവിടെ പറയാൻ സാധിക്കും. പിന്നെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ വേറൊരു കാര്യമാണ്, സ്പ്ലാഷ് പ്രൂഫ് ആണ്. അതായത് P2I നാനോ കോട്ടിംഗ് ടെക്നോളജി ഉണ്ട്. അതായത് വെള്ളം ചെറിയ രീതിയിലൊക്കെ അതിൽ തട്ടിയാലും വെള്ളമായാലും ഒക്കെ ചെറിയ രീതിയിലുള്ള ചാറ്റിൽമായ കൊണ്ടാലൊന്നും ഫോണിന് പ്രശ്നമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരും. ഇത്രയും വില കുറഞ്ഞൊരു ഫോണിലും ഇത്രയും നല്ല രീതിയിലുള്ള ഫീച്ചേഴ്സൊക്കെ ഉള്ളത് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി എന്ന് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുമ്പോൾ ചെറിയ നോച്ചുള്ള ഡിസൈനാണ്. അതായത് ഡോട്ട് നോച്ച് എന്നാണ് റെഡ്മി വിളിക്കുന്നത്. ഫ്രണ്ട് ക്യാമറയ്ക്ക് മാത്രമായിട്ട് ചെറിയൊരു കട്ടിംഗ് ഉള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബാക്കിലെ ഈ ഒരു ടെക്സ്ചർ ഡിസൈനാണ്. ഇതിനെ റെഡ്മി വിളിക്കുന്നത് ഓറ വേവ് ഡിസൈൻ എന്നാണ്. കുറച്ചുകൂടി ഗ്രിപ്പൊക്കെ തരാൻ ഇത് വളരെ സഹായകമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഫോണിൻ്റെ ഭാരം എന്ന് പറയുന്നത് 188 ഗ്രാം ആണ്. അതുപോലെ തന്നെ കട്ടി എന്ന് പറയുന്നത് ഏകദേശം 9.4 ആണ് കട്ടി വരുന്നത്. അത്യാവശ്യം കുറച്ചൊരു കട്ടിയായിട്ടുള്ള ഫോൺ തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും ഈ ഒരു വാല്യൂ ഒക്കെ നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിസൈൻ അതേപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തായിട്ട് ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ, ഡിസ്പ്ലേ നമുക്കിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് 6.22 ഇഞ്ച് സൈസുള്ള ഒരു HD+ റെസൊല്യൂഷനുള്ള ഒരു IPS LCD ഡിസ്പ്ലേ ആണ്. ഇതിന് നമ്മൾ പറഞ്ഞു ഡോട്ട് നോച്ച് എന്ന് ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ HD+ റെസൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 1520x720 ആണ് ഇതിൻ്റെ പിക്സൽ റെസൊല്യൂഷൻ പറയുന്നത്. അതായത് 19:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഇത്തരം ഒരു HD+ റെസൊല്യൂഷൻ ഈ ഒരു 6.22 ഇഞ്ച് സൈസുള്ള ഡിസ്പ്ലേയിൽ എന്ന് പറയുമ്പോൾ ഏകദേശം 270 ആണ് പിക്സൽ പെർ ഇഞ്ച് അല്ലെങ്കിൽ പിക്സൽ ഡെൻസിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡിസ്പ്ലേയെ കുറിച്ച് പറയാനുള്ളത്. അതായത് നമുക്ക് മുമ്പുള്ള റെഡ്മി 7നേക്കാളും കുറച്ചുകൂടി നല്ല രീതിയിലാണ് ഇവിടെ ഡിസ്പ്ലേ കാര്യത്തിലേക്ക് വരുമ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു അപ്ഡേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ റെഡ്മി 8ലേക്ക് വരുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ട് ഇതിൻ്റെ OS അതേപോലെ തന്നെ യൂസർ ഇൻ്റർഫേസ് കാര്യത്തിലെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആൻഡ്രോയിഡ് 9 ആണ് അല്ലെങ്കിൽ പൈ ആണ്. അതിന് മുകളിലായിട്ട് MIUIയുടെ അല്ലെങ്കിൽ റെഡ്മിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയ MIUI 10 ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഇതിനെക്കുറിച്ച് MIUIയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സുള്ള എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആണ്. ചെറിയ രീതിയിലുള്ള അവിടെ ഇവിടെയൊക്കെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നു എന്നുള്ളത് ഒരു ചെറിയ പോരായ്മയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ CPU അല്ലെങ്കിൽ ഗ്രാഫിക്സ് കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന CPU അല്ലെങ്കിൽ പ്രൊസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ 439 എന്നുള്ള ഒരു ഒക്ടോ കോർ പ്രൊസസ്സറാണ്. ഇതൊരു 12 നാനോമീറ്റർ ടെക്നോളജി ഉള്ളൊരു പ്രൊസസ്സറാണ്. ഇതിലെ ഈ 8 കോറുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കോർട്ടെക്സ് A53 ബേസ്ഡ് ആയിട്ടുള്ള കോറുകളാണ് ഇതിലെല്ലാം കോറുകളും യൂസ് ചെയ്തിട്ടുള്ളത്. കോർട്ടെക്സ് A53 ബേസ്ഡ് ആയിട്ടുള്ള 4 കോറുകൾ ഒരു ക്ലസ്റ്ററും അതുപോലെ തന്നെ ബാക്കിയുള്ള 4 കോറുകൾ അടുത്തൊരു ക്ലസ്റ്ററും ആയിട്ടാണ്. ഇതിലെ ഫസ്റ്റ് ക്ലസ്റ്ററിൽ ഏകദേശം 1.95 GHz മാക്സിമം സ്പീഡ് തരും. അടുത്ത രണ്ടാമത്തെ ക്ലസ്റ്ററിൽ നമുക്ക് ഏകദേശം 1.45 GHz സ്പീഡ് തരിക. ഇങ്ങനത്തെ രീതിയിലാണ് ഈ 8 കോറുകൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ GPU അല്ലെങ്കിൽ ഗ്രാഫിക്സിനെ കുറിച്ച് പറയുമ്പോൾ അഡ്രീനോ 505 എന്നുള്ള GPU ആണ്. ഈ GPU അല്ലെങ്കിൽ ഈ പ്രൊസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് റെഡ്മി 7ൽ കണ്ട സെയിം പ്രൊസസ്സറാണ് എന്ന് പറയാൻ സാധിക്കും. അതായത് ഈ ഒരു റേഞ്ചൊക്കെ പ്രൈസും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ മെമ്മറി കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് 2 വേരിയൻറ്റിലായിട്ടാണ് ഈ ഫോൺ അവൈലബിൾ ആയിരിക്കുക. അതായത് ഒന്നാമത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത് 2GB RAM, അതേപോലെ തന്നെ അതിന് 32GB ഇൻറ്റർണൽ മെമ്മറി വരുന്നത്. പിന്നെ അടുത്തൊരു വേർഷൻ എന്ന് പറഞ്ഞാൽ 3GB RAM, അതിനും 32GB ഇൻറ്റർണൽ മെമ്മറി വരുന്ന രീതിയിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡ്മി 7 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നമുക്കുണ്ടായിരുന്ന വേരിയൻ്റ് എന്ന് പറയുന്നത് 2GB 16GB അതുപോലെ തന്നെ 2GB 32GB. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് 16GB എന്നുള്ള ഇൻറ്റർണൽ മെമ്മറി കണ്ട് ഒഴിവാക്കി. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഒരു നോർമൽ യൂസർക്ക് പോലും 16GB ഇൻറ്റർണൽ മെമ്മറി തികയാത്തൊരവസ്ഥയാണുള്ളത്. അതിലെ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ തന്നെ ഏകദേശം 10GB ആ ഒരു റേഞ്ചിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് കൺസിഡർ ചെയ്യുമ്പോൾ 32GB മാത്രമായിട്ടുള്ളത് വളരെ ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ
2GB റാമും കുറച്ചൊരു നോർമൽ യൂസർ, കുറച്ചൊരു ഹെവി ആയിട്ട് ഉപയോഗിക്കുന്ന നോർമൽ യൂസർക്കും ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ലാഗ് വരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ റെഡ്മി 7 എന്നുള്ള ഫോണിൽ 2GB വേർഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടേക്ക് വരുമ്പോൾ 3GB ഓപ്ഷൻ ഉള്ളതും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ, അതായത് കുറച്ച് നല്ല രീതിയിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് മൈക്രോ എസ് ടി ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഡെഡിക്കേറ്റഡ് മൈക്രോ എസ് ടി ആണ്, അതായത് അറ്റ് എ ടൈമിൽ നമുക്ക് 2 സിമ്മും ഒരു മെമ്മറി കാർഡും ഇത് 3 ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ക്യാമറയെക്കുറിച്ചാണ്. ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ ബാക്കിൽ നമുക്ക് 12 മെഗാ പിക്സൽ സിംഗിൾ ക്യാമറ ആണ് വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ക്യാമറ ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ സെൻസറാണ്. സോണിയുടെ IMX363 എന്നുള്ള സെൻസറാണ്. അതായത് ഈ IMX363 എന്നുള്ള ഈ ഒരു സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഷോമി തന്നെ ഇത് അവരുടെ ഹൈ എൻഡ് കുറച്ച് വില കൂടിയ ഫോണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് പോക്കോ F1 എന്നുള്ള സെറ്റിൽ ഈ ഒരു സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ രണ്ടാമതായിട്ട് പറയുമ്പോൾ അസൂസിന്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ഫോണായ അസൂസ് ZenFone 5G എന്നുള്ള ഫോണിലും സെയിം സെൻസറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ലൊരു സെൻസർ ഉപയോഗിക്കുന്നത് വളരെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഈ ബാക്ക് ക്യാമറയെ കുറിച്ച് പറയാൻ സാധിക്കും. സിംഗിൾ ക്യാമറ ഉള്ളൂ എന്നിരുന്നാൽ പോലും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ ഉണ്ട്. ആ ഒരു സിംഗിൾ ക്യാമറ ഒരു മുതലാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ അതിൻ്റെ കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ ലെൻസ് ഉപയോഗിച്ചിരിക്കുന്നത് f1.8 അപ്പർച്ചർ വാല്യൂ ഉള്ള ലെൻസാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ സെൻസറിൽ ഫോട്ടോ എടുക്കുമ്പോൾ അതിൽ സഹായിക്കുന്ന ക്വാളിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് പിക്സൽ സൈസ് എന്ന് പറയുന്നത്. 1.4 മൈക്രോൺ പിക്സൽ സൈസാണ് ഇതിൽ വരുന്നത്. അത് ഈ ഒരു സെൻസറിന് നല്ല ക്വാളിറ്റി ഇമേജ് തരാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഓക്കെ, പിന്നെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 8 മെഗാ പിക്സൽ ക്യാമറ ആണ്. f2.0 അപ്പർച്ചർ വാല്യൂ ഉള്ള ക്യാമറ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ പിക്സൽ സൈസ് എന്ന് പറയുന്നത് 1.14 മൈക്രോൺ ആണ് പിക്സൽ സൈസ് വരുന്നത്. അതായത് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് റെഡ്മി 7നേക്കാളും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ ആയാലും ബാക്ക് ക്യാമറ ആയാലും അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ് മാക്സിമം വീഡിയോ എടുക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്യാമറ സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കുമ്പോൾ. ഇനി അടുത്തായിട്ട് ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ 5000 mAh ബാറ്ററിയാണ് വന്നിട്ടുള്ളത്. അതായത് റെഡ്മി 7ൽ നമുക്ക് 4000 mAh ബാറ്ററി ഉള്ളായിരുന്നു. വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ പറയാൻ സാധിക്കും. ഇതുകൊണ്ടാണ് ഈ ഫോണിന് കട്ടി കൂടുന്നത്. അതുപോലെ തന്നെ കുറച്ചൊരു 188 ഗ്രാം ഭാരം വരുന്നതും. ഓക്കെ, പിന്നെ നമുക്ക് ചാർജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ്. 18 വാട്ട് ഫാസ്റ്റ് ചാർജർ ഇതിന് സപ്പോർട്ടാണ്. പക്ഷേ ഇതിനോട് കൂടെ കൊടുക്കുന്നത് നമുക്ക് 10 വാട്ട് ചാർജറാണ് കൂടെ കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് റെഡ്മി 7യുടെ കേസ് എടുക്കുമ്പോൾ നമുക്ക് 5 വാട്ട് ചാർജറായിരുന്നു കൂടെ കൊടുത്തിരുന്നത്. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ 10 വാട്ട് ചാർജർ കൊടുത്തത് തന്നെ നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ സാധിക്കും. അതായത് ബാറ്ററി കാര്യത്തിലും ഇവർ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് റെഡ്മി 8ലേക്ക് വരുമ്പോൾ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തായിട്ട് ഇതിൻ്റെ ബേസിക് സെൻസേഴ്സ് മറ്റുള്ള കാര്യത്തിലേക്കൊക്കെ കടക്കുമ്പോൾ എല്ലാ ബേസിക് സെൻസേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. മാത്രമല്ല നമുക്ക് റെഡ്മി 7ൽ കണ്ടുവരുന്നിരുന്ന അതേപോലെ തന്നെ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കും അവൈലബിൾ ആണ്. അതായത് റിയൽമി ഫോണൊക്കെ ഏകദേശം 10,000 റേഞ്ചിലുള്ള അവരുടെ റിയൽമി 5 എന്നുള്ള ഫോണിൽ പോലും കട്ട് ചെയ്തൊരു സംഗതിയാണ് സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് എന്ന് പറയുന്നത്. അത് തന്നെ നമുക്കൊരു എക്സാമ്പിൾ ആക്കി എടുക്കാം. അതായത് റെഡ്മി എന്നുള്ള ഫോൺ അവരുടെ ബേസിക് ഫോണുകളിൽ പോലും മാക്സിമം ബേസിക് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. പിന്നെ നമുക്ക് ബാക്കിയുള്ള സെൻസേഴ്സിലേക്ക് വരുമ്പോൾ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ അവൈലബിൾ അല്ല. ഫേസ് അൺലോക്കിംഗ് മാത്രമാണ് അവൈലബിൾ ആയിരിക്കുക. അതുപോലെ തന്നെ IR ബ്ലാസ്റ്റർ സെൻസറും ഇതിൽ അവൈലബിൾ അല്ല. റെഡ്മി 7ലും ഇങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ അടുത്തായിട്ട് നമുക്ക് ചാർജിങ് പോർട്ട് അല്ലെങ്കിൽ USB പോർട്ടിനെ കുറിച്ച് പറയുമ്പോൾ Type-C പോർട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. റെഡ്മി 7ൽ സാധാരണ മൈക്രോ USB പോർട്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി നോക്കുമ്പോൾ നമുക്ക് ഇവിടെയും അപ്ഡേറ്റ് നടത്തിയിട്ടുണ്ട് 8ലേക്ക് വരുമ്പോൾ. ഇനി അടുത്തായിട്ട് നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സാധാരണ പോലെ ഡുവൽ വോൾട്ടി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഇനി അടുത്തായിട്ട് ഇതിൻ്റെ പ്രൈസ് ആൻഡ് അവൈലബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ 2 വേരിയൻ്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ഒന്നാമത്തെ വേരിയൻ്റ് എന്ന് പറയുന്നത് 2GB 32GB ആണ്. ഇതിന് വില വരുന്നത് 6499 രൂപയാണ്. പിന്നെ അടുത്ത വേരിയൻ്റ് ആണ് 3GB റാം 32GB ഇന്റർണൽ മെമ്മറി. അതായത് 1GB റാം കൂടുമ്പോൾ ഏകദേശം 500 രൂപ കൂടി, അതായത് 6999 7000 രൂപ ആ ഒരു പ്രൈസിലാണ് ഇത് വരുന്നത്. ഓക്കെ, പിന്നെ അവൈലബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ അതുപോലെ തന്നെ mi.com എന്നുള്ള ഈ 2 വെബ്സൈറ്റുകൾ മുഖേനയാണ് ഇത്. ഓൺലൈൻ ഫോണാണ്, ഓൺലൈൻ വെബിൽ അവൈലബിൾ ആയിരിക്കുന്ന ഫോണാണ്. പിന്നെ ഇത് ഫസ്റ്റ് സെയിൽ തുടങ്ങുന്നത് 29-ാം തീയതി 11:59 PM ആണ്. 11:59 PM എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും 29-ാം തീയതി രാത്രി എന്ന് പറയാം. അതായത് 1 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ 30-ാം തീയതി 12 AM എന്ന് പറയാം. അതായത് ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേ സ്മാർട്ട് ഫോണുകൾക്ക് ഓഫർ തുടങ്ങുന്ന ആ ഒരു ടൈമിൽ എന്ന് തന്നെ പറയാൻ സാധിക്കും. 30-ാം തീയതി 12 AM ഫ്ലിപ്കാർട്ടിൽ സ്മാർട്ട് ഫോണുകൾക്കുള്ള ബിഗ് ബില്യൺ ഡേ ഓഫർ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ റെഡ്മി 8 എന്നുള്ള ഫോണിൻ്റെ
സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതായത് തീർച്ചയായിട്ടും ഇവിടെ നമുക്കൊരു കാര്യം പറയാൻ സാധിക്കും. റെഡ്മി 7Aയിൽ നിന്ന് റെഡ്മി 8Aയിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് ക്യാമറ മാറിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്പ്ലേ മാറിയിട്ടുണ്ട്, ബിൽഡ് ക്വാളിറ്റി മാറിയിട്ടുണ്ട്, ബാറ്ററി കാര്യത്തിൽ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യത്തിൽ പ്രധാനമായിട്ട് മാറിയ മാറ്റങ്ങളാണ്. ഒരേ വേഷം കമ്പയർ ചെയ്യുമ്പോൾ 2GB 32GB ഇന്റേണൽ മെമ്മറിയാണ് ഈ രണ്ട് റെഡ്മി 7Aയിലും റെഡ്മി 8Aയിലും ഉള്ള വേരിയൻറ്റ്. ആ ഒരു വേരിയൻറ്റിന് നമുക്ക് 7Aയിൽ വില വന്നിരുന്നത് 6200 രൂപയായിരുന്നു. ഇവിടേക്ക് വരുമ്പോൾ 6500 രൂപയായി. അതായത് 300 രൂപയ്ക്കുള്ള ഒരു മാറ്റത്തിനാണ് നമുക്ക് ഇത്രയും ഫീച്ചേഴ്സ് തരുന്നത്. തീർച്ചയായിട്ടും കുറച്ചുകൂടി നല്ല രീതിയിൽ വാല്യൂ ഫോർ മണി ആയിട്ടുണ്ട് ഈ റെഡ്മി 8A എന്നുള്ള ഫോൺ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഈ ചാനലിലുള്ള മറ്റുള്ള വീഡിയോസും നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എങ്കിൽ തീർച്ചയായിട്ടും AnzysViews എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.